എല്ലാ കൂട്ടുകാർക്കും സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന ചാപ്റ്ററിൻ്റെ 4ാം പാർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എക്സസൈസുകളാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി സ്ക്വയേഴ്സ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, ഹൗ ടു ഫൈൻഡ് വെദർ എ നമ്പർ ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ഓർ നോട്ട്, പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ നമ്പേഴ്സ് എന്നീ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെയൊക്കെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 8 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഫസ്റ്റ് 8 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എന്താണ്? നമുക്കറിയാം ദ സം ഓഫ് ദ ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ സം ഓഫ് ദ ഫസ്റ്റ് 8 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 8 സ്ക്വയർ ആണ്. അപ്പോൾ ആൻസർ ബി ആണ് കറക്റ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിജിറ്റ് അറ്റ് എ യൂണിറ്റ് പ്ലേസ് ഓഫ് എ സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 2 മോർ ദാൻ ദ ഡിജിറ്റ് അറ്റ് എ യൂണിറ്റ് പ്ലേസ് ഓഫ് ദ നമ്പർ. അതായത് ഒരു നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിനെക്കാട്ടിലും 2 കൂടുതലാണ് ആ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. Which of these can be the digit at the unit place of the square of the number? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് സ്ക്വയർ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിനെക്കാട്ടിലും 2 കൂടുതലാണ് ആ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസ്. അപ്പോൾ ഇവിടെ നമ്പർ 7 ആണെന്നുണ്ടെങ്കിൽ 7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. അപ്പോൾ 49ലെ 9 എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസിലെ നമ്പറാണ്. അപ്പം 7നെക്കാട്ടിലും 2 കൂടുതലാണ് 9. അപ്പോൾ നമ്പർ എന്ന് പറയുന്നത് സ്ക്വയർ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് 9 ആയിരിക്കും. വിച്ച് ഓഫ് ദീസ് ഈസ് എ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ സ്ക്വയർ നമ്പർ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്ക്വയർ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഏതാണ്? നമുക്കറിയാം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകണമെന്നുണ്ടെങ്കിൽ എവരി പ്രൈം ഫാക്ടർ മസ്റ്റ് ഒക്കർ ഇൻ പെയേഴ്സ്. ഇവിടെ 2, 3 എന്നീ നമ്പറുകൾക്ക് പെയേഴ്സ് ഇല്ല. അതിനാൽ ആദ്യത്തേത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇനി ഓപ്ഷൻ ബിയിൽ 4 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എല്ലാ നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. ഇവിടെ 4 ഒരു കോമ്പോസിറ്റ് നമ്പർ ആയതിനാൽ ഇതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുപോണക്ക് 5ന് പേഴ്സും ഇല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 × 2 × 3 × 5 × 5 × 7 × 7. ഇവിടെ നോക്കിക്കേ, ഇവിടെ 3 എന്ന് പറയുന്ന നമ്പേഴ്സിന് പേഴ്സ് ഇല്ല. സോ ഇതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇനി നാലാമത്തെ ഓപ്ഷനകത്ത് എല്ലാ നമ്പേഴ്സിനും പേഴ്സ് ഉണ്ട്. അതിനാൽ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ which is divisible by each of the numbers 4, 9 and 10. 4, 9, 10 എന്നീ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ 4ൻ്റെയും 9ൻ്റെയും 10ൻ്റെയും LCM കണ്ടുപിടിക്കണം. ഇവിടെ 4ൻ്റെ LCM കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ 4നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 × 2. 2 × 2 is equal to 2 സ്ക്വയർ. 9നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് 3 × 3 ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ. 10നെ ചെയ്യുമ്പോൾ 5 × 2. LCM 4, 9, 10 എന്നീ നമ്പറിൻ്റെ LCM എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഫാക്ടറിൻ്റെ ഏറ്റവും വലിയ പവർ എടുക്കണം. ഇവിടെ 2 എന്ന് പറയുന്ന പ്രൈം ഫാക്ടറിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. 3യുടെ 3 സ്ക്വയർ ആൻഡ് 5 റേസ് ടു 1 ആണ്. അപ്പോൾ എല്ലാം കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടും. ഇവിടെ നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ
ആകാൻ എല്ലാ പ്രൈം ഫാക്ടേഴ്സിനും പവേഴ്സ് ഈവൻ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 5 എന്ന് പറയുന്ന നമ്പറിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ 5ൻ്റെ പവർ ഓഡ് ആയതിനാൽ 180 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓഡ് പവറിനെ ഈവൻ പവർ ആക്കണം. അതിനെന്ത് ചെയ്യണം? ഒരു 5 കൊണ്ട് കൂടി മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ 180നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 5 കൂടി മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 180നെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് 900 കിട്ടും. 900 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി നോക്കിക്കേ, 900നെ 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 900നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 225 കിട്ടുന്നു. അതേപോലെ തന്നെ 900നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടുന്നു. 900നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 19 കിട്ടുന്നു. Therefore, the smallest square number is 900. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ എ എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് 21 ഈസ് 441. റീസൺ എന്ന് പറയുന്നത് ദ സ്ക്വയർ ഓഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഓഡ്. നോക്കി, ദ സ്ക്വയർ ഓഫ് 21 ഈസ് 441 കറക്റ്റ് ആണ് അല്ലേ. അതേപോലെ ദ സ്ക്വയർ ഓഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഓഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയേഴ്സിനകത്ത് സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പർ ഈസ് ഓഡ് ആൻഡ് ദ സ്ക്വയേഴ്സ് ഓഫ് ആൻ ഈവൻ നമ്പർ ഈസ് ഈവൻ. അപ്പോൾ രണ്ടാമത്തെ റീസണും കറക്റ്റാണ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഈ റീസൺ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എയുടെ? അല്ല. ഓപ്ഷനിൽ ഏതാണ് കറക്റ്റായിട്ട് വരിക? ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ ഏത്? ബി ആണ് കറക്റ്റ് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ നോട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയേഴ്സിനകത്ത് പഠിച്ചിട്ടുണ്ട്. നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എൻഡ് വിത്ത് 2, 3, 7 or 8 എന്നീ നമ്പേഴ്സ് നമ്പറിൻ്റെ വൺസ് പ്ലേസിൽ അല്ലെ യൂണിറ്റ് ഡിജിറ്റിൽ വന്നാൽ ആ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ നമ്പറിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 3 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അടുത്തതോ 8 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. മൂന്നാമത്തെ നമ്പർ നോക്കിക്കേ, മൂന്നാമത്തെ നമ്പർ 7, ഇതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ദ ലാസ്റ്റ് നമ്പറിൻ്റെ എൻഡിൽ 2 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. വാട്ട് വിൽ ബി ദ യൂണിറ്റ്സ് ഡിജിറ്റ്സ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്? The unit digits of square depends only on the unit digits of the number. അതായത് ഒരു സംഖ്യയുടെ സ്ക്വയറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്സ് കണ്ടെത്താൻ ആ സംഖ്യയുടെ അവസാന അക്കം മാത്രം നോക്കിയാൽ മതി. 1234 യൂണിറ്റ് ഡിജിറ്റ്സ് 4 ആണ്. 4ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. അപ്പോൾ സ്ക്വയർ ഓഫ് ദ യൂണിറ്റ് ഡിജിറ്റ്സ് 6 ആണ്. നെക്സ്റ്റ് നമ്പർ 4329 യൂണിറ്റ് ഡിജിറ്റ്സ് 9 ആണ്. 9ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ്. അപ്പോൾ സ്ക്വയർ ഓഫ് ദ യൂണിറ്റ് ഡിജിറ്റ്സ് 1 ആണ്. അടുത്തത് 8723 യൂണിറ്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 3 ആണ്. 3യുടെ സ്ക്വയർ 9 ആണ്. അപ്പം 9 ആണ് യൂണിറ്റ് ഡിജിറ്റ്സ് ഓഫ് ദ സ്ക്വയർ നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻഡ് വിത്ത് ഡിജിറ്റ്സ് 1? എ സ്ക്വയർ നമ്പർ എൻഡ് ഇൻ 1 ഇഫ് ഇറ്റ്സ് യൂണിറ്റ് ഡിജിറ്റ് ഈസ് 1 or 9. ഒരു സംഖ്യയുടെ അവസാന അക്കം 1 അല്ലെങ്കിൽ 9 ആകണമെങ്കിൽ അതിൻ്റെ സ്ക്വയറിൻ്റെ അവസാന അക്കം 1 ആയിരിക്കും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓപ്ഷൻ 37 സ്ക്വയർ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പം 7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. അപ്പോൾ എൻഡ് വിത്ത് 9 ആണ് വന്നിരിക്കുന്നത്, നോട്ട് എൻഡിങ് വിത്ത് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 321ൻ്റെ യൂണിറ്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 1 ആണ്.
1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്, എൻഡ് വിത്ത് 1 ആണ്. നെക്സ്റ്റ് 549ൽ 9 യൂണിറ്റ് ഡിജിറ്റ്സ്, 9ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 81 എൻഡ് വിത്ത് 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 427ൻ്റെ യൂണിറ്റ് ഡിജിറ്റ്സ് 7 ആണ്, 7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്, നോട്ട് എൻഡിങ് വിത്ത് 1. അപ്പോൾ ഇവിടെ 321ൻ്റെ സ്ക്വയറും 549 സ്ക്വയറിനും ഈ രണ്ട് ഓപ്ഷനിൽ മാത്രമാണ് എൻഡ് വിത്ത് ഡിജിറ്റ്സ് 1 വന്നിരിക്കുന്നത്. Question number 5. Determine whether the squares of the following numbers are odd or even. നമുക്കറിയാം ഈവൻ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഈവൻ ആണ്, ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഓഡ് ആണ്. ഇവിടെ 2826 ഈസ് ഈവൻ, സോ 2826ൻ്റെ സ്ക്വയർ ഈവൻ ആയിരിക്കും. 7779 ഈസ് ഓഡ്, 7779ൻ്റെ സ്ക്വയർ ഓഡായിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ ഈവൻ ആണ്, സോ സ്ക്വയർ ഈവൻ ആയിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈവൻ ആണ്, അതിൻ്റെ സ്ക്വയറും ഈവൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 6. ഹൗ മെനി നാച്ചുറൽ നമ്പേഴ്സ് ലൈ ബിറ്റ്വീൻ ദ സ്ക്വയർ ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്? അതായത് താഴെ കൊടുത്തിരിക്കുന്ന സ്ക്വയറുകൾക്കിടയിൽ എത്ര നാച്ചുറൽ നമ്പറുകൾ ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ദ നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ ദ സ്ക്വയർ ഓഫ് 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് എക്സാക്ട്ലി 2n ആയിരിക്കും. ഇവിടെ 25ൻ്റെ സ്ക്വയറിനും 26ൻ്റെ സ്ക്വയറിനും ഇടയിൽ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഫോമുല എന്ന് പറയുന്നത് 2n ആണ്. n ഈസ് ഈക്വൽ ടു 25 ആണ്. അപ്പോൾ 2n എന്ന് പറയുന്നത് 2 × 25 ആണ്, ഈസ് ഈക്വൽ ടു 15 ആണ്. അപ്പം 25നും 26നും ഇടയിൽ 15 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ 19 സ്ക്വയറിനും 25 സ്ക്വയറിനും ഇടയിൽ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ n ഈസ് ഈക്വൽ ടു 19 ആണ്. അപ്പോൾ ഫോമുല 2n ഈസ് ഈക്വൽ ടു 2 × 19 ഈസ് ഈക്വൽ ടു 38 ആണ്. അപ്പോൾ 38 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. Question 7. Find the square of the following numbers without actual multiplication. ഗുണനം ചെയ്യാതെ താഴെ നൽകിയിരിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെ നമുക്ക് കണ്ടെത്താം? The square of the natural numbers ending with 5 follows a definite pattern. നാച്ചുറൽ നമ്പറിൻ്റെ എൻഡിൽ 5 വരുവാണെങ്കിൽ നമുക്കൊരു പ്രത്യേക രീതിയിൽ സ്ക്വയർ കണ്ടെത്താനായിട്ട് പറ്റും. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 65 ആണ്. ഇപ്പോൾ 65ൻ്റെ സ്ക്വയർ കണ്ടെത്താൻ 6 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ എടുക്കുക, 6ഉം നെക്സ്റ്റ് നമ്പറും കൂടെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് 100 കൊണ്ട് ഗുണിക്കുക, അതിനുശേഷം 5ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക. ഇപ്പോൾ 6 × 7 എന്ന് പറയുന്നത് 42 ആണ്. 42 × 100 4200 + 25 ഈസ് ഈക്വൽ ടു 4225 ആയിരിക്കും 65ൻ്റെ സ്ക്വയർ. അടുത്ത 95 ഇതേ പാറ്റേണിൽ 9 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. 10 × 100 + 25 ഈസ് ഈക്വൽ ടു 9 × 10 എന്ന് പറയുന്നത് 19 × 100 + 25 ഈസ് ഈക്വൽ ടു 9025 ആയിരിക്കും 95ൻ്റെ സ്ക്വയർ. ഇനി അടുത്തത് 205ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 20 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 21 ആണ്. ഇൻറ്റു 100 + 25 42,000 + 25 ഈസ് ഈക്വൽ ടു 42,025. Last question. When a number has odd number of factors, it is square numbers. Justify the statement. When a number has odd number
of factors, it is square numbers, justify the statement. Normally factors come in pairs. എക്സാമ്പിൾ നോക്കിയാൽ 36ൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 36 കിട്ടുന്നുണ്ടെന്ന് കണ്ടുപിടിക്കുക ആദ്യം. അടുത്തത് 2 × 18 36 ആണ്. 3 × 12 is equal to 36 ആണ്. 4 × 9 equal to 36 ആണ്. 6 × 6 36 ആണ്. അപ്പം ഇവിടെ നോക്കിക്കേ, 6 ഈസ് പെയർഡ് വിത്ത് ഇറ്റ് സെൽഫ്. ഇപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 36 എന്ന് പറയുന്നത് 1 2 3 4 6 9 8 12 18 36. അപ്പോൾ ഇത് ടോട്ടൽ ഫാക്ടേഴ്സ് നോക്കിയേ, എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9. 9 ഫാക്ടേഴ്സ് ഉണ്ട്. 9 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അതുകൊണ്ട് സ്ക്വയർ നമ്പേഴ്സ് ഹാവ് ആൻ ഓഡ് നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ബിക്കോസ് 1 ഫാക്ടർ പെയർ വിത്ത് ഇറ്റ് സെൽഫ്.